സ്വയംഭോഗം ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ 8ന്റെ പണി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയാണെന്നുള്ളത് പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പരിചയപ്പെടുത്തരാം. അതായത് നമ്മളിപ്പോൾ സെക്സ് ചെയ്യാനാണെങ്കിലും സ്വയംഭോഗം ചെയ്യാനാണെങ്കിലും കൃത്യമായിട്ടുള്ള ഉദാഹരണവും കാര്യങ്ങളൊക്കെ വേണം, ആ ലൈംഗിക താല്പര്യം വേണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഹെർബ്സുകളും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് സമയം ഞാൻ പരിചയപ്പെടുത്തരാം. അതാണ് നേച്ചർ മാനിയുടെ ലിറ്റോ ക്യാപ്സ്യൂൾ എന്നുള്ളത്. ഇത് 100% ആയുർവേദിക്കാണ്. മെയിനായിട്ട് അശ്വഗന്ധ, ശതാവരി, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പു, മുസലിയൊക്കെ ആണെങ്കിൽ അടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഓവറോൾ സെക്ഷൽ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഉദാഹരണവും കാര്യങ്ങളൊക്കെ ആ ഒരു മാക്സിമം സൈസ് ആ ലിംഗത്തിൻ്റെ കേസിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓവറോൾ നമ്മുടെ സെക്ഷൽ താല്പര്യത്തെയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലോ പാലോ ഉപയോഗിച്ച് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ആയുഷ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളതാണ്. ഇനി ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്വയംഭോഗം ഏതൊക്കെ രീതിയിൽ ചെയ്യുമ്പോഴാണ് അപകടമാവുന്നത്? ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പ്രോൺ മാസ്റ്റുർബേഷൻ ആണ്. അതായത് ബെഡിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ബെഡുമായിട്ട് റബ്ബ് ചെയ്ത് ചെയ്യുന്ന രീതി എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു റബ്ബിംഗ് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു റബ്ബിംഗ് ആക്ടിവിറ്റി അവിടെ നടക്കുന്നു. അതുപോലെ തന്നെ ആ ശരീരത്തിൻ്റെ വെയിറ്റ് ആ ലിംഗത്തിൻ്റെ പുറത്ത് വരുന്നു. ഇങ്ങനെ ചെയ്ത് ശീലിച്ച ഒരാളെ സംബന്ധിച്ച് അവർ സെക്ഷൽ ലൈഫിലോട്ട് വരുമ്പോൾ ആ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ സമാന രീതിയിലൊരു പ്രഷർ ആ ഒരു ലിംഗത്തിൻ്റെ പുറത്ത് ലഭിക്കണമെന്നില്ല. അത് കൃത്യമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനിലോട്ട് നയിക്കണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാനോ ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടായിയോ ഇല്ലെങ്കിൽ ഒരുപാട് സമയം ചെയ്ത് കഴിഞ്ഞാൽ സ്കലനം നടക്കാത്ത ബുദ്ധിമുട്ടൊക്കെ പലരുടെ കേസിലും വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലെ പ്രോൺ മാസ്റ്റുർബേഷൻ രീതി ഒഴിവാക്കുന്നത് നല്ലത്. ചെയ്യുന്നുണ്ടെങ്കിൽ ഹാൻഡ് ഉപയോഗിച്ചുള്ള രീതി തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പ്രോൺ മാസ്റ്റുർബേഷൻ രീതിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഡിലേ ജാക്കുലേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് കൃത്യമായിട്ടുള്ള ലൈംഗിക സന്ധതി കിട്ടാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ലിംഗത്തിൽ അമിതം മർദ്ദം കൊടുത്ത് ഹാൻഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതേ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാവാവുന്നതാണ്. അതായത് ഒരുപാട് സമയം ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള സംതൃപ്തി കിട്ടുന്നില്ല, സ്കലനം നടക്കുന്നില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അമിതമായിട്ട് മർദ്ദം കൊടുത്ത് ചെയ്യുന്ന രീതികളും ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാൻഡ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അധികം പ്രഷർ കൊടുക്കാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ലൂബ്രിക്കൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രീതി എന്നുള്ളത്. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഹൈജീനിക് അല്ലാതെ, ഒട്ടും ഹൈജീനിക് അല്ലാതെ പല വസ്തുക്കൾക്കുള്ളിലും ലിംഗം പ്രവേശിപ്പിച്ച് റഫ് പ്രതലങ്ങൾ റബ്ബ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന രീതികൾ തീർത്തും ഒഴിവാക്കേണ്ടവയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈജീനിക് അല്ലാതെ ചെയ്യുമ്പോൾ അവിടെ സ്കിന്നിൽ ഇറിറ്റേഷൻസുകൾ, ഇൻഫെക്ഷൻസുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഹാൻഡ്സ് ഒക്കെ വാഷ് ചെയ്തിട്ട്, ഇപ്പോൾ ഹാൻഡ്സ് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നിട്ട് തന്നെ ഹാൻഡ്സ് ഒക്കെ പ്രോപ്പറായി വാഷ് ചെയ്ത് ചെയ്യണം. പിന്നെ പല വസ്തുക്കൾക്കുള്ളിൽ ലിംഗം പ്രവേശിപ്പിച്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ റഫായിട്ടുള്ള പ്രതലങ്ങളായിരിക്കാം ചിലപ്പോൾ അവിടെ സ്കിന്നിൽ ബുദ്ധിമുട്ടുകൾ, ചെറിയ കട്ട്സുകൾ രൂപപ്പെടാനും അവിടെ ഇറിറ്റേഷൻസ് ഈസി ആയിട്ട് വരാനും ഒക്കെ അത് കാരണമായേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഹൈജീനിക് ആയിട്ട് ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതി തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള റോങ് കാര്യങ്ങൾക്കുള്ളിൽ പ്രവേശിപ്പിക്കുകയോ ലൈംഗിക അവയവത്തിന് ഡാമേജ് ഉണ്ടാക്കുകയോ അവിടെയുള്ള സ്കിന്നിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അഡിക്ഷനാണ്. എന്ത് കാര്യവും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അത് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്വയംഭോഗം എന്നുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ പോലും അത് അഡിക്റ്റഡ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നു. പഠനത്തെ, ജോലിയെ, ഇല്ലെങ്കിൽ സെക്ഷൽ ലൈഫിനെ, കാര്യങ്ങളെല്ലാം ബാധിക്കുന്ന രീതിയിൽ കാര്യമായിട്ടുള്ള ഒരു അഡിക്ഷൻ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശീലമായിട്ടൊക്കെ മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ട്രിഗറുകളെ, നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസുകളിലാണ് ഇത്തരം ചിന്തകൾ വരുന്നത്, ആ ട്രിഗറുകൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെ അവോയ്ഡ് ചെയ്യാം. അതുപോലെ മാക്സിമം നമ്മുടെ ലൈഫിൽ ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, പുതിയ ശീലങ്ങൾ അവിടെ കൊടുക്കുക. അങ്ങനെ ഇത്തരം തോട്ട്സുകളിൽ നിന്ന് അകന്നു പോകാനുള്ള ശ്രമങ്ങൾ നടത്താം. അങ്ങനെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുന്നതാണ്. ഇനി അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ കൃത്യമായിട്ടുള്ള എക്സ്പെർട്ട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ തേടുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് എന്നുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് ചെയ്യണം എന്നുള്ള മനോഭാവമുള്ള ആൾക്കാർ. നമ്മളിപ്പോൾ പല വാർത്തകൾ കേട്ടിട്ടുണ്ടാവും, ബസ്സിൽ വെച്ചിട്ട്, ട്രെയിനിൽ വെച്ചിട്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് പബ്ലിക്കായിട്ട് സ്വയംഭോഗം ചെയ്യുന്നു. മറ്റൊരാളുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ അനുമതിയോ അവരുടെ താല്പര്യമോ ഒന്നും ഇല്ലാതെ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാർ. സോ ഇത്തരം ടെൻഡൻസിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അത് എക്സിബിഷനിസം എന്ന് പറയുന്നത് നിയമപരമായിട്ട് തന്നെ ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത്തരം ഒരു ചിന്തകൾ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സൈക്കോതെറാപ്പി മെത്തേഡിലൂടെ സോർട്ട് ചെയ്യേണ്ടതാണ്. സോ അങ്ങനെയുള്ള ഒരു മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടുന്ന ഒരു ശീലമാണ്. സോ അത് പ്രോപ്പറായ രീതിയിൽ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ കൂട്ടുകാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇതിൽ അഡിക്ഷൻ ആവുന്ന ആൾക്കാരുണ്ടാവും, റോങ് മെത്തേഡുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ അവരെല്ലാം അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്ത് കൂടി വെച്ചേക്കാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.